വെൽക്കം ടു ബട്ടർഫ്ലൈസ്. ഇന്ന് നമുക്ക് വീട്ടിലൊരു ചിക്കൻ ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ചിക്കൻ ബിരിയാണിയാണ് വെക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടു. കുറച്ച് പട്ടയും ഗ്രാമ്പും ചേർത്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് അരി ഞാൻ കഴുകി വാരി വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന അരി 5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 10 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. അത് ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം ഒരു 2 ഏലക്കയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് പിഴിഞ്ഞു കൊടുക്കുക. ഇതിപ്പോൾ ചോറ് ഒരുപാട് വെന്ത് പോകാതിരിക്കാനും പിന്നെ അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ചൊന്നും ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് അത് വേവിക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് കറിയുടെ പരിപാടിയിലേക്ക് പോകാം. ഇനി നമുക്ക് ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 2-2.5 കിലോയുടെ അടുത്തുള്ള ചിക്കനാണ്. നമുക്ക് ചിക്കൻ വേവിക്കാനായിട്ട് ആദ്യം തന്നെ സവാള കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം. അതിനായിട്ട് ഞാൻ സവാള കുറച്ച് അതായത് തൊണ്ട് കളഞ്ഞിട്ട് നമ്മളൊന്ന് വെള്ളത്തിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അരിയാൻ നേരത്ത് കണ്ണെരിയാതിരിക്കും. ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് ആദ്യം ഞാൻ റെഡിയാക്കുവാണ്. അതിന് കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് കുരുമുളക്, ഇത്രയും ഇട്ടിട്ട് നമുക്ക് ആദ്യം ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 തക്കാളി കൂടി അരിഞ്ഞിട്ടിട്ട് അതും ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി ചിക്കൻ വേവിക്കാനാണ് പോകുന്നത്. നമ്മൾ ആദ്യം വെള്ളത്തിയിട്ട് വെച്ചിരിക്കുന്ന സവാളയാണ് ഞാൻ ഇപ്പോൾ അരിയുന്നത്. അതിപ്പോൾ അരിയുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടും തന്നെ കണ്ണ് നീറോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില, മല്ലിയില, പച്ചമുളക്, പാകത്തിന് ഉപ്പ് ഇത്രയും ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് എളുപ്പത്തിന് കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ കയ്യിലെടുത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൈ പുകയാതെയൊക്കെ ഇരിക്കും. പിന്നെ അതുപോലെ തന്നെ കറിയിലേക്ക് ആ മസാല പിടിക്കുമ്പോഴത്തേക്കും ആ എണ്ണയിലായതുകൊണ്ട് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ചിക്കനിൽ ആരും കുറേ വെള്ളമൊന്നും ഒഴിച്ചു വെച്ചിട്ട് ആവി കയറ്റാൻ വെക്കരുത്. പൊടിക്കൊന്ന് വെള്ളം ഒന്ന് തളിച്ചു വിടണേ പാടുള്ളൂ. എന്നിട്ട് അത് കുക്കറിൽ വെച്ച് ആവി കയറ്റിയെടുക്കാം. ഒരു വിസിലൊക്കെ അടിച്ചാൽ മതി. അപ്പോഴത്തേക്കും തന്നെ ഒന്ന് ഓഫ് ചെയ്തിടുക കേട്ടോ. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാനുള്ളതാണ് നോക്കേണ്ടത്. ഞാൻ കുറച്ച് സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. റൈസ് ഒന്ന് നമ്മളിപ്പോൾ ഇത്രയും നേരം നമ്മൾ വെച്ചേച്ചാണ് അടുപ്പത്ത്. അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്നിട്ട് തുറന്ന് നോക്കണം. അടിയിലൊക്കെ പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇതിപ്പോൾ അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട് റൈസ്. ഇതുപോലെ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ല പാകത്തിനായി കിട്ടും. അതിനാണ് നമ്മൾ ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിക്കുന്നത്. ഇപ്പോൾ റൈസിൻ്റെ പരിപാടി കഴിഞ്ഞ് നമ്മളത് മാറ്റി വെച്ചു. ഇനി അടുത്തത് നമുക്ക് അതിന് വേണ്ട കൂട്ട് തയ്യാറാക്കാം. കുറച്ച് കശുവണ്ടി എടുത്തിട്ട് നമ്മളൊന്ന് എണ്ണയിലിട്ട് നല്ലോണം ചൂടാക്കി ഒന്ന് എടുക്കുക. ഒത്തിരി ബ്രൗൺ കളറൊന്നും ആവാൻ നിൽക്കരുത്. പതിയെ ഒന്ന് ചൂടാകുമ്പോൾ തന്നെ എടുത്ത് മാറ്റുക. ഇനി ഈ എണ്ണയിൽ തന്നെ നമ്മൾ സവാള വറുത്തെടുക്കാനുള്ള പരിപാടി നോക്കാം. ആവശ്യത്തിന് സവാള ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് അത് ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ ഇടുക. ഇനി നമുക്ക് റൈസിൽ ഒരു കളർഫുള്ളൊക്കെ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ചെറി അരിഞ്ഞിടുന്നത്. കാരണം മുന്തിരി ഞാൻ യൂസ് ചെയ്യണില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയാണ് ഞാൻ അതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അതെല്ലാം എടുത്ത് നമ്മൾ വറുത്ത് മാറ്റി ഇനി നമുക്ക് റൈസ് സെറ്റ് ചെയ്യാം. ആദ്യം കുറച്ച് റൈസ് നമ്മളിപ്പോൾ ഇതൊക്കെ ചൂടാക്കിയെടുത്ത് ആ പാത്രത്തിലെ ഓയിൽ നമ്മൾ ചിക്കനിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിൽ തന്നെയാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് കശുവണ്ടി, മുന്തിരിക്ക് പകരം ഞാൻ ചെറിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് പിന്നെ സവാള ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് പൈനാപ്പിൾ എസൻസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക. അതൊന്ന് നല്ലോണം എല്ലാ സൈഡിലേക്കും ആക്കി വെച്ചതിന് ശേഷം ഇപ്പോൾ ചെയ്ത അതേ
മെത്തേഡിൽ തന്നെ നമ്മൾ രണ്ടാമത്തെ തട്ടും അറേഞ്ച് ചെയ്യുക. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള റൈസും കൂടി അതിലേക്ക് ഫുൾ ഇട്ടതിന് ശേഷം നമുക്ക് അതൊന്ന് നേരെ എല്ലാം ഒരേ ലെവലിൽ ഇരിക്കുന്ന രീതിയിലാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കശുവണ്ടിയും ഈ സവാളയും അതുപോലെ മുന്തിരിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് എസൻസും കൂടി അതിൻ്റെ മുകളിലൊന്ന് തളിച്ച് കൊടുക്കുക. കാരണം ബിരിയാണിക്ക് നല്ലൊരു സ്മെല്ലൊക്കെ വരണം എന്നുണ്ടെങ്കിൽ ഈ എസൻസ് എന്തായാലും വേണം. ഇപ്പം നമ്മൾ ബിരിയാണിയുടെ റൈസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ റൈസിൻ്റെ പരിപാടി എല്ലാം കുക്കിംഗ് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് നമുക്കിതിൽ ചെയ്യാനുള്ളത് കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കാരണം ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. കാരണം നമ്മളിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് അതിൻ്റെ ചൂടൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും ഇത്ര നേരം കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചൂട് നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ആവി വന്ന് ആ സ്മെല്ലൊക്കെ നല്ല ഇതാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെക്കണത്. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നെയ്യൊന്ന് ഒഴിച്ച് വെച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റുക. ഇപ്പം നമ്മുടെ റൈസിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ ചിക്കൻ കറിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം കശുവണ്ടിയൊക്കെ വറുത്തെടുത്ത ആ എണ്ണയിൽ തന്നെയാണ് ഞാൻ ചിക്കൻ റെഡിയാക്കുന്നത്. അതിലേക്ക് ആദ്യമായിട്ട് സവാള ഇട്ടു. സവാളയ്ക്ക് നമ്മൾ പാകത്തിന്, നമ്മൾ ചിക്കനിൽ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് പാകത്തിന് ഒരു ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ചിക്കൻ മസാല ഒരു 3 സ്പൂൺ, അത് നിങ്ങളുടെ അളവിന് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കുക. നല്ലോണം മിക്സായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് വേപ്പില ഇടുക. നല്ലോണം മിക്സ് ചെയ്ത് അതൊന്ന് മൂത്ത് ആ മസാലയൊക്കെ ഒന്ന് നല്ലൊരു സ്മെല്ല് വന്ന രീതിയിൽ വരെ നമ്മളൊന്ന് ചൂടാക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു നല്ല സ്മെല്ലൊക്കെ ആയി. ഇപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിൻ്റെ ആ ഒരു ബൗളുണ്ടല്ലോ, അതിനകത്ത് തന്നെ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതൊന്ന് ചിറ്റിച്ച് ആ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫുൾ ചിക്കനും ചേർത്തു. ചിക്കൻ ഞാൻ വേവിച്ച് കഴിഞ്ഞപ്പോൾ വെള്ളമൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കണ്ടില്ലേ, വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് ആവശ്യത്തിന് വെള്ളമായിട്ടുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് ആവി കയറ്റി നല്ലോണം അത് വേവാനായിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ ചിക്കൻ ഓൾറെഡി വേവിച്ച് വെച്ചത് കാരണം നമുക്ക് അധികം നേരം കറക്കി വെക്കേണ്ടി വന്നില്ല. ഇപ്പോൾ നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു. കണ്ടോ, നമ്മുടെ കളർഫുള്ളായിട്ടുള്ള ബിരിയാണി റൈസും ചിക്കൻ കറിയും നമ്മളിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.